ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ. ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. പുതുക്കാട് തൃക്കൂർ നെല്ലിച്ചോട് ജിംനേഷ്യത്തിന് മുന്നിൽ യുവാവിനെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ പിടികൂടി തൃശൂർ റൂറൽ പോലീസ്. പോട്ട പനമ്പള്ളി നഗർ പടിഞ്ഞാറേക്കാടൻ വീട്ടിൽ സിറിലാണ് അറസ്റ്റിലായത്. മരത്താക്കര പുഴമ്പള്ളം സ്വദേശി വെളിയംകുളങ്ങര വീട്ടിൽ ഡീനസ് ഡേവിസിനാണ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 7:30 സംഭവം നടന്നത്. ഡീനസ് തൃക്കൂർ കൈരളി ബേക്കറി ജംഗ്ഷന് സമീപം നെല്ലിച്ചോട് എന്ന സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്ന ജിംനേഷ്യത്തിൽ വരുമെന്ന് മനസ്സിലാക്കിയ സിറിൽ 2 മണിക്കൂർ മുമ്പേ തൃക്കൂരിലെത്തി. ജിംനേഷ്യത്തിന്റെ പരിസരത്ത് ഹെൽമറ്റ് ധരിച്ച് കാത്തിരുന്നു. വർക്കൗട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഡീനസിനെ പുറകിൽ നിന്നും ചുറ്റിക കൊണ്ട് തലയ്ക്ക് പുറകിൽ ആഞ്ഞടിക്കുകയായിരുന്നു. ബോധരഹിതനായി താഴെ വീണ ഡീനസിന്റെ തലയിൽ 2 പ്രാവശ്യം കൂടി സിറിൽ ചുറ്റിക കൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. തുടർന്ന് സമീപത്തുണ്ടായിരുന്ന ഒരു സൈക്കിൾ എടുത്ത് സിറിൽ സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടു പോകുകയായിരുന്നു. പ്രതി ആദ്യം രക്ഷപ്പെട്ട സൈക്കിൾ ജിമ്മിൽ വന്നയാളുടേതായിരുന്നു. ഇത് തൊട്ടടുത്ത പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഇവിടെ നിന്ന് ഇയാൾ സ്വന്തം ബൈക്ക് എടുത്താണ് രക്ഷപ്പെട്ടത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ ഉടൻ തന്നെ 25ഓളം രഹസ്യ പോലീസിനെ നിയോഗിക്കുകയും ഗ്രൂപ്പുകളായി തിരിഞ്ഞ് മരത്താക്കര, പുതുക്കാട്, കൊടകര, ചാലക്കുടി, ഒല്ലൂർ എന്നീ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് നടത്തിയ രഹസ്യാന്വേഷണത്തിൽ ഒരു അജ്ഞാതൻ ഡീനസിനെ പിന്തുടരുന്നതായി വിവരം ലഭിക്കുകയും തുടർന്ന് ഈ അജ്ഞാതനെ കുറിച്ച് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ 24 മണിക്കൂറുകൾക്കകം പിടികൂടുകയും ചെയ്തു. തുടർന്ന് പ്രതിയെ ചോദ്യം ചെയ്തതിൽ ഡീനസിന്റെ ഭാര്യയുമായി ബന്ധമുണ്ടായിരുന്നതായും ഒരുമിച്ച് കഴിയുന്നതിനായാണ് ഡീനസിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നും പ്രതി കുറ്റം സമ്മതിച്ചു. ഡീനസിന്റെ മരണം തന്നെയായിരുന്നു ഇയാളുടെ ലക്ഷ്യം. ഇതിനായി ചാലക്കുടിയിൽ നിന്നും ചുറ്റിക വാങ്ങിയ ഇയാൾ കുപ്പിയിൽ പെട്രോളും കരുതിയിരുന്നു. ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തിയ ശേഷം കത്തിക്കുകയായിരുന്നു ഉദ്ദേശം. അവിവാഹിതനായ പ്രതിയുടെ വഴിവിട്ട ബന്ധമാണ് ക്രൂരമായ അതിക്രമത്തിന് പ്രതിയെ പ്രേരിപ്പിച്ചത്. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സനീഷ് N ശങ്കരൻ, ചാലക്കുടി DYSP PPH ഇബ്രാഹിം, വരന്തരപ്പള്ളി ഇൻസ്പെക്ടർ KN മനോജ്, SI മാരായ N പ്രദീപ്, ഋഷി പ്രസാദ്, CR പ്രദീപ്, P ജയകൃഷ്ണൻ, സതീശൻ മടപ്പാട്ടിൽ, PM മൂസ, ASI മാരായ VU സിൽജോ, ലിജു ഇയാനി, AU റെജി, ഷിജോ തോമസ്, സീനിയർ CPO മാരായ ബിജു, സോണി സേവ്യർ, EA ശ്രീജിത്ത്, കൃഷ്ണദാസ്, സുർജിത് സാഗർ, നിഷാന്ത് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ. എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ, കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ, ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ്. തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോണിക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ്, 3 പീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ.